നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള 1200 രൂപ, അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾക്ക് നൽകുന്ന ഓണത്തിന് പ്രത്യേക അലവൻസ് 1500 രൂപ. ഇതുകൂടാതെ തന്നെ വിവിധ മേഖലകളിൽ വിവിധ തൊഴിൽ അവസരങ്ങളിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവർക്കെല്ലാം തന്നെ സർക്കാരിൻ്റെ ഓണക്കാലത്തെ സമാശ്വാസ സഹായങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാസി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യാൻ 32 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ, അതായത് 19-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചു. ഓഗസ്റ്റ് മാസത്തെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനുകൂല്യം കേന്ദ്ര വിഹിതം 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കാനുള്ളവർക്ക് അതും ഈ ആഴ്ചയിൽ തന്നെ അക്കൗണ്ടിലേക്ക് ലഭ്യമാകും. എല്ലാ വിതരണവും, അതായത് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമെല്ലാം 2000 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തുക കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആഴ്ച 31-ാം തീയതി വരെയൊക്കെയാണ് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. അതിന് മുൻപ് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇനി തുടർന്ന് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സമയമുണ്ട്. ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ പ്രത്യേക ക്യാമ്പുകൾ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കുന്നുണ്ട്, അവിടെ എത്തിച്ചെയ്യാം. ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് ഇളവുകളുണ്ട്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി അത് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിലവിൽ 50 രൂപയോളം ഫീസാകും. നേരിട്ടെത്തി ചെയ്യുന്നതിന് 30 രൂപയാണ് ഫീസ് ഉള്ളത്. കിടപ്പ് രോഗികൾക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ തീരെ അവശത അനുഭവിക്കുന്നവർക്കും ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് മാത്രമായിരിക്കും ആ ഒരു ഇളവുള്ളത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്തവരെല്ലാം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി വേണം ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കൈകളിൽ പെൻഷൻ തുക വാങ്ങുന്നവർക്ക് വളരെ വൈകാതെ തന്നെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക്. തീരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇളവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യവും നമ്മളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ പക്കലേക്ക് അപേക്ഷകൾ, അതായത് പ്രത്യേക അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല. അത് സംബന്ധിച്ച് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരുന്ന സമയം തന്നെ വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാം. എങ്കിലും അക്കൗണ്ട് ഇല്ലാത്തവരൊക്കെ അക്കൗണ്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ വരും മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് രാജ്യമെമ്പാടുമുള്ള അമ്മമാർക്ക് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണ് മാതൃവന്ദന യോജനയുടെ 5000 മുതൽ 6000 രൂപ വരെയുള്ള സഹായം. ആദ്യ പ്രസവത്തിന് എല്ലാവർക്കും, അതായത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ, APL എന്നോ BPL എന്നോ വ്യത്യാസമില്ലാതെ 5000 രൂപ ലഭിക്കും. 3 ഗഡുക്കളായിട്ടായിരിക്കും. 1000, 2000, 2000 എന്നിങ്ങനെ ആ രീതിയിലായിരിക്കും 5000 രൂപ നമുക്ക് ലഭിക്കുക. എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ 6000 രൂപയുടെ സഹായം കേരളത്തിലുള്ള അമ്മമാർക്ക് ലഭിക്കുന്നുണ്ട്. അംഗനവാടി വഴിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആധാർ കാർഡ് ഇതിൻ്റെ ഒരു പ്രധാന രേഖയാണ്. അതോടൊപ്പം തന്നെ MCP കാർഡ് എന്ന രീതിയിൽ ഒരു മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് ലഭിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. ഇതുകൂടാതെ തന്നെ ഇ-ശ്രം കാർഡോ റേഷൻ കാർഡിൻ്റെ പകർപ്പോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ ഇതിനു വേണ്ടി ഹാജരാക്കേണ്ടി വരും. കൃത്യമായിട്ട് അംഗനവാടി വഴി അന്വേഷിച്ചറിയുക. ഇത്തരം ആനുകൂല്യങ്ങളിലേക്ക് അപേക്ഷകൾ വയ്ക്കുക. ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഡയറക്റ്റായിട്ട് ഫണ്ട് നിക്ഷേപിക്കുന്ന രീതിയാണിത്. ഇതൊരു സൗജന്യ ധനസഹായമാണ് ഈ ഒരു മാതൃവന്ദന യോജന പദ്ധതി. ഇതിനെപ്പറ്റി മറ്റ് വിശദ വിവരങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ഓണക്കാലമാണ്. വിവിധ തരത്തിൽ സൗജന്യ റീചാർജുകൾ അല്ലെങ്കിൽ മറ്റ് ധനസഹായങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫറുകൾ എന്നൊക്കെ രീതിയിൽ വിവിധ കമ്പനികളുടെയോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വിവിധ ബ്രാൻഡുകളുടെയൊക്കെ ലിങ്കുകൾ വാട്സപ്പ് വഴി ധാരാളം പ്രചരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. തട്ടിപ്പുകാരാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തുക. എന്തെങ്കിലുമൊക്കെ ഔദ്യോഗികമായിട്ട് അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അവരുടെ പരസ്യങ്ങൾ വഴിയോ ദൃശ്യമാധ്യമങ്ങൾ വഴിയോ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് വഴി എന്തെങ്കിലും ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഫേക്ക് മെസ്സേജ് ആണെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പണം നഷ്ടമായാൽ 1930 ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നിലവിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.